ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആരൊക്കെയുണ്ട്? ഇല്ല, കുറേ ദിവസമായി കുറച്ച് നിങ്ങളോടൊന്ന് ഫ്രീ ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇതാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടമൊക്കെ ആയതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവരും എന്താണ് പരിപാടി? എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുറത്തുള്ളവർക്കൊക്കെ യുദ്ധവും കാര്യങ്ങളൊക്കെ ഇട്ടതൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ എല്ലാ പേരോടും എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഞാൻ പല പ്രാവശ്യം പോസ്റ്റ് ഇടണേണ്, ഞാൻ എവിടെ ഏത് ചാനൽ ഏത് പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യണമെങ്കിലും ഏത് ചാനൽ ഓപ്പൺ ചെയ്യണമെങ്കിലും ഞാൻ എല്ലാവർക്കും ഹായ് തരാം. എല്ലാവർക്കും ഹായ്. ഞാൻ പറയുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരസ്യമായിട്ട് ഇപ്പം എനിക്കുള്ളത് ഇപ്പം ഈ ജിപ്സ ബീഗം ക്യൂനും ജിപ്സ ബീഗം സദഫ് ഒഫീഷ്യൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഡിയർ, സന്തോഷം. അതൊക്കെ ഞാൻ പറയട്ടെ. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ. അയ്യോ ഹാപ്പി ഈസ്റ്റർ, സോറി മറന്നു പോയിട്ടോ. ഹാപ്പി ഈസ്റ്റർ. അയ്യോ ഹാപ്പി ഈസ്റ്റർ. പിന്നെ അപ്പം അത് കാരണം ഞാൻ എല്ലാവരോടും വന്നിട്ട് പറയും, എനിക്ക് ഇന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഞാൻ ചെയ്യണുണ്ട് എന്ന് പറയും. എനിക്ക് ആകെ ഉള്ളത് ഒരു ജിപ്സ ബീഗം AR എന്നുള്ള യൂട്യൂബ് ചാനൽ. ഞാൻ ഇതിലൊക്കെ വന്നില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടുതൽ സമയം ഇതാക്കണമെന്നുണ്ടെങ്കിൽ താങ്ക് യു ഡിയർ. ബിബിൻ കോട്ടയത്താണല്ലേ. ഞാനും കുറച്ച് തിരക്കിലായിപ്പോണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പബ്ലിക് ലൈവാണ്, മെമ്പർഷിപ്പ് ലൈവാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുമോ? പബ്ലിക് ലൈവാ. അപ്പോൾ പറയട്ടെ, ഞാൻ എല്ലാവരോടും പറയും, ദയവായിട്ട് എൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ എല്ലാരും പറയും പോലെ അല്ല പോയി വീട് കൊടുത്തിട്ടല്ലേ എന്നല്ല ഞാൻ പറയുന്നത്. ആരെയും ചീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിനെയാണ് അവർ മുതലെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഇപ്പം പല ടെലഗ്രാം ഐഡിയിലൊക്കെ ഞാൻ ഇടുന്ന സ്റ്റാറ്റസുകൾ, ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ആക്കിയിട്ട് ഇടുകയും ഒക്കെ ചെയ്തിട്ട് പലരുടെ കയ്യിൽ നിന്ന് പിന്നെ കുറച്ച് പൈസ പോയി ചതിവ് പറ്റുമ്പോഴാണ് ഞാൻ അല്ലാന്ന് അവർക്ക് മനസ്സിലാവുന്നത്. എനിക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും ഈ ഇപ്പൊ ജിപ്സ ബീഗം ക്യൂനും ജിപ്സ ബീഗം സദഫും പിന്നെ ജിപ്സ ബീഗം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കൂടി ഇരിക്കുന്ന ഒരു വെരിഫൈഡ് ആയിട്ടുള്ള ഫേസ്ബുക്കും ഒരു ഇപ്പൊ 80 സംതിങ് അങ്ങോട്ടുള്ളൊരു യൂട്യൂബ് ജിപ്സ ബീഗം ARന്റെ. ഇതല്ലാതെ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമില്ല. ഞാൻ വാട്സപ്പിലോ, ഞാൻ സ്നാപ്ചാറ്റിലോ, ഞാൻ ടാങ്കോയിലോ, ഞാൻ ടെലഗ്രാമിലോ, എനിക്കിനി വേറെ ഒൺലി ഫാൻസ്, പിന്നെ വേറെ ഇനി ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയുള്ളൂ. ഇത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്നിലും ഞാനില്ല. ഇത് എന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വരും. എന്നെ സംബന്ധിച്ചോളം എനിക്കിതൊന്നും തുറന്ന് പറയാൻ ഒരു ഇതുമില്ല. നിങ്ങൾക്കറിയാം, ഒരു തരത്തിലുള്ള ഒരു മടിയില്ല. മറ്റുള്ളവരെ പോലെ ഒളിച്ചും പാത്തും ഞാൻ ഒരു കാര്യവും ചെയ്യാറുമില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മാന്യം പതിവ്രതയും ആയിട്ട് ജീവിക്കാൻ ഞാൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളല്ല. കാരണം ഒളിച്ചു പോയി വേറെ എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുന്ന ഒരാൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഇപ്പം പറഞ്ഞ ഒരു ഷോളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ എന്ന് ജീവിച്ചാൽ മതിയല്ലോ. അപ്പം എന്നെ ആരെങ്ങനെ തെറ്റിദ്ധരിച്ചാലും എനിക്കൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നത്. കാരണം ഞാൻ അവരാരുടെയും ചെലവിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം, ഒരു ചെറിയൊരു ക്ലീവേജ് ഒരു നേവലിനൊക്കെ $50 $10 $20 വിൽക്കുന്ന ആൾക്കാരെയും സബിൽ മാത്രമൊക്കെ പോയിട്ട് കാരണം വേണമെന്നുള്ളവൻ അവൻ പോയി പൈസ എടുത്ത് കണ്ടാൽ മതി എന്നൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും എനിക്ക് തോന്നുന്നു സബിൽ പോലും ഞാനിപ്പോൾ റീൽസ് ഒന്നും അങ്ങനെ ഇടില്ല. പക്ഷെ അതിനെക്കാട്ടിയും എക്സ്പോസിംഗ് ആയിട്ടും ഭയങ്കര ഇതായിട്ടും അട്രാക്റ്റീവായിട്ടും ഞാൻ റീൽസൊക്കെ നോർമലി തന്നെ ഇതാക്കാറുണ്ട്. പലപ്പോഴും സബിൽ വരണതിന് മുൻപായിട്ട് ഞാൻ ഇതിൽ വന്നിട്ട് ലൈവ് വരാറുണ്ട്, നിങ്ങളോട് സംസാരിക്കാറുണ്ട്. എപ്പോഴും നിങ്ങൾക്കാണ് സബില്ലാത്ത ആൾക്കാർക്ക് ഒറ്റോടാണ്. കാരണം ഈ സബും കുമ്പൊക്കെ എന്ന് പോകും അതെന്നുള്ള സംഭവമല്ല. അത് ഞാൻ എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും കാരണം എല്ലാവരും കൊണ്ടുപോയിട്ട് വെറുതെ നമുക്കൊരു ഓപ്ഷൻസ് തരണത്, നമ്മളെന്തിനാ അത് വെറുതെ കളയണം എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ അത് വന്നാലും വന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയമുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ പേരിൽ നിങ്ങൾ ആരുടെ അടുത്തൊന്നും ഇതാക്കരുത്, ചീറ്റ് ചെയ്യപ്പെടരുത്. ഇപ്പോൾ ഒരു 4-5 പേരെ പൊക്കിയിട്ടുണ്ട്. 4-5 പേരെ ഇപ്പോൾ ഉടനെ അറസ്റ്റ് ചെയ്യും. വേറെ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആവശ്യം ഇല്ലാത്തതും കൂടി എൻ്റെ പേരിൽ മാർക്കറ്റ് ചെയ്ത ഒരു 35ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അഡ്മിന്മാര് ഇപ്പൊ ഇത്രയും ദിവസം നിരീക്ഷണത്തിലായിരുന്നു. അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈറ്റുകളിൽ എൻ്റെ പേരിൽ കണ്ടവരുടെ ഫോൺ മുഴുവൻ പിന്നെ അതെങ്ങനെ ജെനുവിൻ ആയവർ എന്ന് പറയണത് എങ്ങനെ ജെനുവിൻ ആവുന്നത്? ആര് ജെനുവിൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഈ സാധാ ഇൻസ്റ്റയിലുള്ളവരാണ് സബ്ബിലിട്ടവരും വേറെ എവിടെയെങ്കിലും കൊണ്ടാവുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ്, അല്ലാതെ പുറത്ത് ആരുമല്ല. അതെങ്ങനെ എനിക്ക് ഒരു ഇതുമില്ലാത്ത ഒരു മുൻപരിചയവും ഇല്ലാത്ത പിന്നെ ആൾക്കാരെ എനിക്കെങ്ങനെ ജെനുവിനെന്ന് ഞാൻ ഉറപ്പിക്കുന്നത്? നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കല്ലേ. കുറെ തായാളികൾ 4 ഫോട്ടോ ഒരു വീഡിയോ $100. ആരുടെയെങ്കിലും മുന്നിൽ കണ്ടാൽ മെസ്സേജ് അയക്കണേ.
അതിന്റെ ഇപ്പൊ 4 അക്കൗണ്ടുകൾ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉടനെ ഇപ്പൊ നാളെ മിക്കവാറും അറസ്റ്റ് ഉണ്ടാവും. FIR ഇട്ടിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്നോട് പോലീസുകാർ പല പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടൂ ഇത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെ യവന്മാരെ പിടിക്കുക തന്നെ വേണം. അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് യവന്മാരത് ഒഴിവാവരുത്. കാരണം പോയ ആൾക്കാരുടെ പൈസ മുഴുവൻ യവന്മാര് ഒന്നുകിൽ തിരിച്ചു കൊടുക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ആരെയൊക്കെ അക്കൗണ്ട് വഴിയാണല്ലോ വാങ്ങിച്ചത് അവരൊക്കെ തിരിച്ച് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കട്ടെ. കാരണം ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെ പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ പലർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ബാക്കി എല്ലാരും പറയും ഇപ്പൊ പൈസ ഉള്ളവന്മാര് കൊണ്ട് കൊടുത്തിട്ടല്ലേ എന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. എന്നോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ എന്നെ കാണണം, ഇത്രയും ആൾക്കാർ കിടന്നിട്ട്, ഇത്രയും പോൾ സ്റ്റാർസ്, ഇത്രയും ആൾക്കാർ, ഇത്രയും എക്സ്പോസിംഗ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും കിടന്നിട്ട് എന്നെ കാണണം എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ. ഇനിയിപ്പം ഞാൻ ഒളിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഇനിയിപ്പം അങ്ങനെ ഒരു ചിന്ത വന്നിട്ടായിരിക്കുമല്ലോ. അപ്പൊ എന്നോടുള്ള അവരുടെ ഒരു ഇതിനെയാണല്ലോ അവർ മുതലെടുത്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും ശരി, ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ, കാരണം ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലായിരുന്നു. ഞാൻ SP ക്കായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്ത കമ്മീഷണർ ഓഫീസിൽ. അതുപോലെ തന്നെ ഇത്രയും ഇലക്ഷൻ്റെ പിന്നെ ഇടയിലും ഇല്ല IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അവരുടെ ബാക്കി ഡീറ്റെയിൽസ് മുഴുവൻ വന്നതിന് ശേഷം മാത്രം ഞാൻ പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസം ഞാൻ മിണ്ടാതിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും, കാരണം അവർക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് 1 വീക്ക് ഏകദേശം കഴിഞ്ഞ സൺഡേ കൊടുത്തതായിരുന്നു. അന്ന് അതിന്റെ അന്ന് അവര് CSR ആയിരുന്നു ഇട്ടത്. ഞാൻ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. CSR ഇട്ടിട്ട് കാര്യമില്ല, FIR തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ പൊന്നൂനെ വായത്തോണം അപരാധം പറഞ്ഞവർക്ക് എതിരെ പോക്സോയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നിയമപരമായിട്ട് അവർ തന്നെയാണ് ഒരു 10-25ഓളം സൈറ്റുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞു 25 അല്ല 10-35ഓളം സൈറ്റുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് എന്റെ ഇൻസ്റ്റ, എന്റെ ഫേസ്ബുക്ക്, എന്റെ യൂട്യൂബ് മാത്രമല്ല എന്റെ പേരോ എന്റെ ഫേസോ വെച്ചിട്ട് ആരെവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് അവര് റെക്കഗ്നൈസ് മീൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, സെർച്ച് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നല്ല രീതിയിൽ പൂട്ടണം എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല പുറത്ത് ഏതെങ്കിലും കൺട്രിയിൽ ഇരുന്ന് ചെയ്യുന്നവർക്കും അത് അവിടെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വഴിയെ ഞാൻ പറയാം. അപ്പൊ എന്തായാലും ശരി, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ കുറേ പേര് സബിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. അഡ്മിനൊക്കെ പറയുന്നുണ്ട് എന്താ ഇല്ലാത്തതെന്ന്. ഈ സബ് എന്ന് പറയുന്നത് 30 ദിവസത്തേക്കുള്ളതാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതുവരെ ഉള്ള സബിൽ ഏറ്റവും കൂടുതൽ വർത്തായിട്ടുള്ളത് എന്റേതാണ് എന്ന് എന്റെ സബ് എടുത്തവർ അല്ലാതെയും അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞിട്ട് ഇല്ല. പിന്നെ എനിക്കും അറിയാം. പിന്നെ ഞാൻ ഇന്നും അന്നും എന്നും ഞാൻ ജെനുവിനായിട്ടേ നിന്നിട്ടുള്ളൂ. ആൾക്കാരെ മൂഞ്ചിപ്പിച്ചോ ഉമ്പിപ്പിച്ചോ ഉള്ള ഒരു പരിപാടി ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും ഞാൻ ചെയ്തിട്ടില്ല. അത് എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാനത് ഏത് പ്രൊഫഷനിലായിരുന്നപ്പോൾ പോലും, ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതിലൊരു ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും പോലും ഒരു മനുഷ്യന്റെ ശാപമോ ഒരു മനുഷ്യന്റെ നുരുത്തോ ഞാൻ ഇതാക്കിയിട്ടില്ല. അത് വേറൊരു കാര്യം. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഉള്ളൊരു ഗുഡ് സർട്ടിഫിക്കറ്റിനല്ല ഞാൻ ജീവിക്കുന്നത്. അത് വേറൊരു കാര്യം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് വരെ ഒരു അലിഗേഷനോ ഒരാളെ ചതിക്കാതെയും വഞ്ചിക്കാതെയും പറഞ്ഞു പറ്റിക്കാതെയുമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടിക്കണം ഒരാളെയും ഞാൻ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കും ജീവിക്കണം. പിന്നെ മാത്രമല്ല, ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ്, ഞാനൊരു ബിസിനസ് ചെയ്താൽ പോലും എന്റെ സ്വന്തം അക്കൗണ്ടിൽ ഞാൻ ക്യാഷ് വാങ്ങും. എന്റെ ഫ്രണ്ടിന്റെ അപ്പൊ ചോദിച്ചപ്പോൾ ഇത് ആരുടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ചാറ്റിൽ ഫ്രണ്ടിന്റെ, ഇതുവരെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലോ എന്റെ ഇതിലോ ഞാൻ ചെയ്യാറില്ല, ചെയ്യേയില്ല. ഞാൻ എവിടെ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്റെ പിന്നെ എന്താണ് എന്റെ ഓൺ അക്കൗണ്ട് നമ്പറോ എന്റെ ഓൺ നമ്പർ അല്ലെ മൊബൈൽ നമ്പർ എന്റെ അതല്ലാതെ ഞാൻ ഈവൻ ഒരു മാനേജറുടെ പോലും ഞാൻ ഒന്നും ചെയ്യുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആരെന്ത് എവിടെ എന്ത് തട്ടിപ്പ് നടത്തും എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നതെല്ലാം സത്യമാണ്, എല്ലാവർക്കും അറിയാം. SDS നിങ്ങൾ എന്നെ കുറച്ച് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാം, പക്ഷെ അറിയാത്തവരും ഒരുപാട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ്. എന്നിട്ടും ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട്, ഞാൻ സബിലല്ല, ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് ഇടുന്ന എന്റെ വീഡിയോസും റീൽസിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോസും അതിന്റെ അവിടെ പറ്റിപ്പോയി എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഏകദേശം ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എന്റെ ബോഡി കണ്ടാൽ മനസ്സിലാവും. ഇല്ലാന്ന് എനിക്ക് തോന്നണില്ല. കാരണം ആ ആൾക്കാരെ തന്നെയാണ് കണ്ടവരുടെ ബോഡി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടുമ്പോൾ അവർക്ക് അങ്ങനെയാണ് അത് പിടിക്കപ്പെട്ടത്. അങ്ങനെയാണത് ഞാനല്ല എന്ന് മനസ്സിലാവാൻ ഒരു കാരണം അതാണ്. ഏകദേശം എന്റെ ഒരു ബ്ലൂ ലിങ്കറി സെറ്റിന്റെ ഒരു സാധനം, അത് ഞാൻ ഇതില് എന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തേക്കണേന്ന് അതുപോലെ മനസ്സിലാക്കാതെ അത് എവിടെന്നോ ഇതായി വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറയണമെങ്കിൽ ആദ്യം എന്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ നോക്കൂ, ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള പബ്ലിക്കിൽ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കയറി നോക്കൂ. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ചതിയിൽ പോയിട്ട് ഇതാക്കോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പൈസ കിടന്നിട്ടാണോ എന്നും എനിക്ക് അറിയത്തില്ല. അതാണ് പോയിന്റ്. എക്സോസ്റ്റ്
അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പം അവർ അന്നേ പറയുന്നുണ്ട് നിങ്ങളൊരു സ്റ്റാറ്റസ് ഇടൂ, നിങ്ങളൊരു വീഡിയോ ഇടൂ, നിങ്ങളൊരു ഇതൊക്കെ അവർ പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്ന അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പം അതിന് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെതായിട്ട് തീരുമാനമായിട്ട് തന്നെ ഇട്ടിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ആരുടെയും പെർമിഷൻ ഇപ്പോൾ സുധി പറഞ്ഞത് കണക്ക് ഞാൻ സബിലിട്ട കാര്യങ്ങൾ മറ്റുള്ളവർ ഇതാക്കണം. അവർ പറഞ്ഞ കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ പോലീസുകാർ പറഞ്ഞത് കാരണം നമ്മളുടെ കൺസെന്റ് ഇല്ലാതെ നമ്മളുടെ ഒരു സാധനം വേറൊരാൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു പെർമിഷനും ഇല്ല. അത് ഒഫൻസീവാണ്. ഒന്നാമത്തത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതും ഒഫൻസീവാണ്. മാത്രമല്ല നമ്മളുടെ ഡിഗ്നിറ്റി മോശമാക്കുക എന്ന് പറയുന്നത് അതും ഒഫൻസീവാണ്. അതുപോലെ പിന്നെ IT ആക്ട് പ്രകാരം ഇതെല്ലാം ഒഫൻസീവാണ്. ഇത് മാത്രമല്ല നമ്മളെ ത്രട്ടൺ ചെയ്യുക, നമ്മളെ പിന്നെ ഒരു ഓക്കെ ഓക്കെ ഞാൻ ഇതിൽ നിങ്ങളുടെ കമന്റ്സ് നോക്കുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതായി പോവുക. അതുകൊണ്ടാണ്. അപ്പം ഓക്കെ, ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പ്രോസ്റ്റിറ്റ്യൂഷനും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും കൂട്ടിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരറിയാതെ അവരെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ കാണിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരാളെ ചീറ്റ് ചെയ്യുകയോ പിന്നെ ഇംഗ്ലീഷ് നമ്മളാരും അക്സെപ്റ്റ് ചെയ്തില്ല. ഫേക്ക് ആണെന്നറിയാം. നമ്മൾ ചേച്ചിയുടെ പിള്ളേരല്ലേ, അതുകൊണ്ട് നമുക്കതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. നമ്മളാരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ. എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരെ അത് ഫോളോ ചെയ്യുന്നവരെ പോലും പറ്റിക്കുന്നു എന്നാണ്. കാരണം എല്ലാ റീൽസോ അല്ലെങ്കിൽ എല്ലാ ഇതൊന്നും കണ്ടെന്ന് വരത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ, നമ്മളുടെ സന്തോഷങ്ങളും നമ്മൾക്ക് ഉള്ള ഇതാണ്. ഇതിന്റെയൊക്കെ പിന്നെ ഈ നെഗറ്റീവ് അതാണ് അവർ പറയുന്നത്. നിങ്ങൾ ഈ നെഗറ്റീവ് എനർജിയുടെ പിന്നാലെ നോക്കണം. നിങ്ങൾ കംപ്ലൈന്റ് ഒന്നും FIR ഇട്ടിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളുടെ ലൈഫ് എന്താണോ അതുപോലെ നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ. അപ്പം നിയമത്തിന് അനുസൃതമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുള്ളൂ. അല്ല നിങ്ങൾ ഞാൻ ഇതുവരെ ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യയിൽ ജനിച്ചോളൂ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എവിടെയൊക്കെ ജോലി ചെയ്തോ എവിടെയൊക്കെ പഠിച്ചു എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ഈ നിൽക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഈ നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. ഏത് സാഹചര്യത്തിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സാഹചര്യങ്ങളാണ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അന്ന് അവൾ അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷം വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ പല പ്രാവശ്യം പല പ്രലോഭനങ്ങളും പല കാര്യങ്ങളും വന്നിട്ട് പോലും ഞാൻ ഒരിക്കലും ഒരു സ്ഥാനത്തിലോട്ടും ഒന്നും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങും പോയി ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എങ്ങും പോയിട്ട് ഇതാക്കാൻ പറ്റില്ല. എനിക്ക് ഈ പബ്ലിക്കിന്റെ ഇടയിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനെ തന്നെ നിൽക്കുകയും വേണം. അപ്പം മറ്റുള്ളവരെ ബാധിക്കാത്തതോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തതോ ഒരു തരത്തിലും ഒരു സർക്കാരിനെ പോലും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഒരാൾക്കും എന്നെ കൊണ്ട് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാന്തും. അതിന് പിന്നെ ത്രെഡ് ചെയ്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിട്ടോ അല്ലെങ്കിൽ എന്നെ പിന്നാലെ പിന്നെ പ്രതികാരം തീർക്കാൻ വന്നിട്ടോ കാര്യമില്ല. അത് ഞാൻ വേറെ തിരിച്ചു ചെയ്യും. കാരണം എനിക്കിവിടെ ജീവിച്ചേ പറ്റുള്ളൂ. മരണം വരെ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ആത്മഹത്യനൊക്കെ പണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അതിന് വയ്യ. ഞാൻ ചെയ്യാൻ പോകുന്നുമില്ല, ചെയ്യുന്നുമില്ല. എല്ലാരെയും പോലെ ജീവിക്കാൻ എനിക്ക് ഈ ലോകത്ത് അധികാരവും അവകാശവുമുണ്ട്. പിന്നെ അതെന്റെ റൈറ്റ്സ് ആണ്. ഞാൻ എല്ലാരും ചെയ്യുന്നോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഈ ലോകത്ത് ഞാൻ ഈ നാട്ടില് ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അക്കൗണ്ട് ത്രൂ അല്ലാതെ അതും എന്റെ സ്വന്തമല്ലാത്ത രീതിയിൽ ഞാനൊരു ബിനാമി ഇടപാട് ഒരു സ്ഥലത്ത് ഞാൻ നടത്തിയിട്ടില്ല. 1 രൂപ പോലും ചെയ്യാറില്ല, ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് പബ്ലിക്കായിട്ട് എനിക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ എനിക്ക് ഇപ്പോഴും എനിക്ക് അതിനുള്ള ഒരു എന്താ പറയാ, അത് ചേച്ചി നമുക്കെല്ലാം ചേച്ചി അറിയാം. തമിഴ് പേസുമാ കുറച്ച് തമിഴന്മാരുടെ അക്കൗണ്ട് ഉടനെ പൊക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് തമിഴന്മാരുടെ അക്കൗണ്ട് പൊക്കി വെച്ചിട്ടുണ്ട്. തമിഴ് ഇതിൽ നിന്ന് ചെയ്തവരെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ റിമൂവ് ആക്കിയ സൈറ്റില് ജിപ്സാബീഗ ഇതുവരെ ഭർത്താവിന്റെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു. അത് ഒരാൾക്കും അറിയത്തില്ല. ഞാൻ ആരോടും പറയില്ല. അത് എന്തെങ്കിലും ഒരു ലീഗലായിട്ടൊരു കാര്യമാകുമ്പോൾ പറയാന്ന് വിചാരിച്ചു. അത് 100 പ്രാവശ്യം തേപ്പ് കിട്ടിയിട്ടും വീണ്ടും ഞാൻ കാരണം എനിക്ക് വേറൊരു വ്യക്തിയിലോട്ട് പോകാൻ പറ്റാത്തൊരു ഒരു മൈനസ് എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് പറ്റാതിരുന്നത്. പക്ഷെ അവനുമായിട്ടല്ലാതെ ഇനി വേറെ ഒരുത്തനുമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് അങ്ങനത്തെ ഒരു ഇനി എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരുത്തനുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ ഇതിൽ ചെയ്യണമെങ്കിലോ ഞാൻ ഫസ്റ്റ് വന്ന്, കാരണം എന്റെ പേരിൽ ആര് നിങ്ങളെ ചതിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും വേറൊരാളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ലാത്തത് കൊണ്ടും ആരെയും ഞാൻ ഒരു കാര്യത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടും നിങ്ങളടുത്ത് ഫസ്റ്റ് ഞാൻ വന്ന് പറയും.
എന്റെ ഇങ്ങനെ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വന്ന് പറയും. ദയവ് ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾ എവിടെയും പോയി പറ്റിക്കപ്പെടരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്രയും ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇൻബോക്സിൽ എനിക്ക് മെസ്സേജസ് അയച്ചതുകൊണ്ടും സ്ക്രീൻഷോട്ടുകൾ അയച്ചതുകൊണ്ടും, കാരണം ഒരു 35ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ഇല്ല. പക്ഷേ അവരപ്പം ചിന്തിച്ചില്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് കൊടുത്താൽ നാളെ ഇതിൽ നിന്ന് എന്നെ പുറത്താക്കുമോ, അല്ലെങ്കിൽ ഇനി നാളെ എവരിത് ഇടാതിരിക്കുമോ, അല്ലെങ്കിൽ അവളുടെ എന്നെ വേറെ ഇതാക്കുമോ എന്നും ചിന്തിക്കാതെ അവിടെയാണ് ഞാൻ ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടത്. എന്റെ അടുത്തുള്ള ജെനുവിനിറ്റി എന്ന് പറഞ്ഞാൽ, കാരണം അവരത് ചിന്തിക്കാതെ ആ ഇത്രയും വാട്സപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ, അഡ്മിന്മാരുടെ പേര്, അഡ്മിന്മാരുടെ നമ്പർ, അതിലുള്ള ബാക്കി മെമ്പേഴ്സിന്റെ നമ്പറും ഉൾപ്പെടെ പലരും ഇത്രയും എനിക്ക് അയച്ചു തന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റിയതും ഇത്രയും നേരത്തെ അതിന് ബാക്കി നടപടികൾ എടുക്കാനും തീരുമാനം എടുക്കാനും പറ്റിയത്. അതിൽ എനിക്ക് നിങ്ങളെ എല്ലാവരോടും നന്ദി. കാരണം നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ, കാരണം ഞാൻ അവൾക്കത് അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി യവന്മാരിനി നാളെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യോ, അല്ലെങ്കിൽ ഇനി പറഞ്ഞ ഈ കാരണം തുണ്ട് ഗ്രൂപ്പുകളാണല്ലോ അതെല്ലാം. അപ്പൊ അതിൽ നിന്ന് ഇതാക്കോ എന്നൊന്നും ചിന്തിക്കാതെ, അപ്പൊ അവര് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്തോ വേണ്ടപ്പെട്ട ഒരാൾക്കാണ്, എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്കാർ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ്, എന്റെ ഒരു വേണ്ടപ്പെട്ട ആളുടെയാണ് എന്നുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോ അതൊരു എനിക്ക് തോന്നുന്നു ഒരു 250-250ഓളം പേര് മിനിമം ഞാൻ കണ്ടതൊക്കെ, ബാക്കി ഇനിയും ഉണ്ടോന്ന് അറിയില്ല, ഓപ്പൺ ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. നിങ്ങളെല്ലാവരോടും എനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തുള്ള ജെനുവിനിറ്റി നിങ്ങൾ, കാരണം ഞാൻ അന്നും എനിക്കറിയാം, അന്നും അറിയാം ഇന്നും അറിയാം, ഒരു 100 പേരുണ്ടെങ്കിൽ 20 പേര് കച്ചവടത്തിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നവരാണെന്ന് അറിയാം. ഇപ്പൊ ഇതിലാണെങ്കിൽ പോലും അവരുണ്ടാവും. അത് നന്നായിട്ട് അറിഞ്ഞു തട്ട. പക്ഷേ നിങ്ങളുടെ കച്ചവട വസ്തുവല്ല ഞാൻ. അപ്പൊ ഞാൻ ഇത്രയും വന്ന് പറയണം എന്നുള്ളത് എനിക്ക് നിങ്ങളോടുള്ള, കാരണം നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു ഇത് എനിക്ക് നിങ്ങളോടും തിരിച്ച് അതിനൊരു ആൻസർ തരണം എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 294 ആൾക്കാർ, ഇതിൽ കുറെ വീഡിയോ കണ്ടവരാകും, എന്നിട്ടും കൂടെ ഇല്ലേ, അതല്ലേ തന്റെ വിജയം. ഇതിൽ കുറേയല്ല, ഇത് ഫുള്ളും എന്ന് വേണം പറയാൻ. ആണ് ഒരു മനുഷ്യൻ പോലും, എന്റെ ഫോളോവേഴ്സിലെ എന്റെ ഫ്രണ്ട്സിലുള്ള ഒരു മനുഷ്യൻ പോലും എന്നെ തള്ളിപ്പറയുകയോ എന്നെ കുറ്റം പറയുകയോ എന്നല്ലാതെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും എന്റെ ലൈഫിൽ എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ പതറിപ്പോവോ, ഞാൻ എന്താ ചെയ്യേണ്ടെന്നത് എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം നിങ്ങളുടെ സോഷ്യൽ മീഡിയ വെറുതെ അല്ല എന്നുള്ളത് പലരും പറഞ്ഞ് സോഷ്യൽ മീഡിയ ആൾക്കാരെ വിശ്വസിച്ച്, സോഷ്യൽ മീഡിയയിലുള്ളവർ, ഈ സോഷ്യൽ മീഡിയയിലുള്ളവരും മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരിലാണ് ഈ മൃഗങ്ങൾ, അതിന്റെ ഇടയിലാണ് ഈ മൃഗങ്ങൾ ഉള്ളത്. അപ്പോ മാഷെ അതിന്റെ സ്ക്രീൻഷോട്ടും ബാക്കി കാര്യങ്ങളും എനിക്ക് ഇൻബോക്സിൽ അയക്കൂ. ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല. ഓക്കെ, നിങ്ങളിപ്പോ ഈ പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങളും നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇത്രയും ദിവസം, ഒരു 5-6 ദിവസം, ഇപ്പൊ ഈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോ കഴിഞ്ഞ 26-ാം തീയതി എനിക്കൊരു ത്രെഡ് വന്നിട്ട് 27-ാം തീയതി തൊട്ടാണ് ഒരു ഷംനാദ് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരുത്തനാണ് എനിക്ക് ഫസ്റ്റ് എനിക്ക് എടി മറ്റേ മോളെ നിന്റെ ഇത് സബിലെ വീഡിയോസ് മുഴുവൻ ഞാൻ ഇതാക്കും എന്ന് പറഞ്ഞിട്ട്, ഞാൻ സബിലെ വീഡിയോസ് ആണ്, അല്ലാതെ ഞാൻ ഇതല്ല എന്ന് വെച്ചാൽ എന്റെ പ്രൈവറ്റ് കണ്ടന്റ് ആണത്. ചേച്ചി ഞാനുണ്ട്, സപ്പോർട്ട് ചെയ്ത് സൂപ്പർ ചേച്ചി, ചേച്ചി കൂള ചേച്ചി ഞങ്ങളുണ്ടൊക്കെ ഉണ്ട് കൂടെ. ചേച്ചി നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല മാഡം, എപ്പോഴും നിങ്ങളെ പിന്തുണച്ചു. ഹായ്, ഇതാ ഞങ്ങളുടെ പോസിറ്റീവ് എനർജി അല്ലേ, അതല്ലേ വേണ്ടത്. ജിപ്സ ബീഗം എനിക്ക് കാണാൻ നല്ല വിഷമം ഉണ്ട്. പബ്ബിൽ കയറാൻ പറ്റുന്നില്ലെന്ന്, അത് സബിൽ കയറാൻ പറ്റുന്നില്ലെന്നാ, ഇത് മാത്രമേ ഉള്ളൂ. നോക്കിയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് അവർക്ക് സബ് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. എന്റേത് മാത്രമാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത്? വേറെ ആരുടെയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആരുടെയൊന്നും പറ്റുന്നില്ല എന്നാണോ എന്താ എനിക്ക് അറിയത്തില്ല. ഇതിന്റെയൊന്നും ടെക്നിക്കൽ സൈഡൊന്നും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അറിയത്തില്ല. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരണില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പോകുന്നുണ്ട്. $3000 അവർക്ക് എന്റെ ഒരു സബ് ഉണ്ട്, എന്റെ ഒരു മാസത്തെ സബിൽ അവർക്ക് കിട്ടിയ അവരുടെ കമ്മീഷൻ, പിന്നെ ഗൂഗിളിന്റെ കമ്മീഷൻ, അവരുടെ ആപ്പിളിന്റെ കമ്മീഷൻ, ഇതെല്ലാം കൂടി എടുത്തൊന്ന് ആലോചിക്കണം. അപ്പൊ അവർക്ക് ഈ സബുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചില്ലറയല്ല, ഒന്നാമത്തത്. രണ്ടാമത് അവരിപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് ഇതല്ലാത്ത എന്തും അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്ക് എന്താ പറയാ ബ്ലോക്ക് ചെയ്യാനോ നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനോ, ഞാൻ ഒരു ദിവസം ഒരു 10-25 പേരെങ്കിലും മിനിമം
ബ്ലോക്ക് ചെയ്യാറും എനിക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്ത് വിടുന്ന ഒരാളാണ്. കാരണം അത് ഞാൻ കാണാറില്ല, എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടുക ചെയ്യുന്ന. കാരണം 100 കണക്കിന് 1000 കണക്കിന് ലക്ഷക്കണക്കിന് 10,000 കണക്കിന് ഒരുപാട് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്നതിൽ ഒരാളാണ് ഞാൻ. അതിൽ കണ്ടന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നതെന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ പലരും പറയുന്നുണ്ട് വേറെ അക്കൗണ്ടിൽ നോക്കൂ സബ് കിട്ടും. എനിക്ക് കിട്ടി. നീ എന്തിനാ നിന്റെ മരിച്ചു പോകുന്ന ശരീരം ഇങ്ങനെ കാണിക്കുന്നത്? ഇതെന്റെ മരിച്ചു പോകുന്ന ശരീരമല്ലേ RJ വ്ളോഗ്സേ? ഞാൻ എടുത്ത് ഒരു 10-500 വർഷം വെച്ചിരിക്കുന്ന ശരീരം. ഞാൻ നാളെ നേരം വെളുത്തിട്ട് ഞാനെന്നുള്ളൊരു വ്യക്തി ഇന്ന് രാത്രി ഉറങ്ങുന്നു, കണ്ണ് തുറന്നില്ല, നാളെ എണീച്ചില്ലെങ്കിൽ എണീച്ചില്ല, 3 ദിവസം കഴിഞ്ഞാൽ എന്റെ ഓർമ്മ എല്ലാ സ്ഥലത്തും പോകും, എല്ലാം പോയി, അടുത്ത ആളായി. അത്രേ ഉള്ളൂ. ആ ശരീരത്തിന്റെ നിങ്ങൾ എന്തിനാ ഇത്ര കെയർ ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ ശരീരത്തിനെ കുറിച്ച് ഇത്ര കെയർ ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ ഈ ലോകത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? കാലം ഇത്രയും പുരോഗമിച്ചിട്ട് ഇത്ര ഇതായിട്ടും നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? കേരളം മാത്രമല്ല ഈ ലോകം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഒരു ലോഡ് കുറ്റം വാരി വിതറട്ടോന്ന് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനും മറ്റുള്ളവരുടെ ശരീരത്തിനെ കുറിച്ചുകൂടെ ബിക്കിനി ഇട്ട് പരസ്യമായിട്ട് വീഡിയോസ് ഇടുന്നതും അത്രയും ഇതാക്കുന്നതും ഒക്കെ ഉള്ള വ്ളോഗേഴ്സ് ഉണ്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, റീൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. നീ എന്റെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ പെങ്ങളല്ല. എന്നാൽ പിന്നെ നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ പെങ്ങളാണ്. എന്നാ ഞാൻ ഒരു 40 ലക്ഷം രൂപയുടെ ഗോൾഡ് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തു തരൂ? എന്റെ നാട്ടിലെ വീട് ഞാൻ 12 വർഷമായിട്ട് 1 വർഷം കൊണ്ട് ഇവിടെ വീട് വെച്ച ആൾക്കാരെ എനിക്കറിയാം. ഏത് ലെവലിലാണ് പല ഹണി ട്രാപ്പിൽ പലരും പെടുത്തിയിട്ടും ഒരു 100 സിമ്മും ഒരു 50 ഫോണും ഒരു 2 ലാപ്ടോപ്പും വെച്ചിട്ട് 2ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആൾക്കാർ 6 മാസം കൊണ്ട് 3 കോടിയിലേക്ക് വീട് വെച്ചതറിയാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വരുമാനം ഉണ്ടായി, യൂട്യൂബിൽ നിന്നൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വീട് വെച്ച ആൾക്കാർ എനിക്കറിയാം. ഞാൻ ഇതുപോലെയൊന്നും ഒരു സ്ഥലത്തൊന്നും ഒരു ഇതും ആക്കിയിട്ടില്ല. ഇപ്പൊ 1-2 മാസം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ തുടങ്ങിയിട്ട് ഞാൻ അതിന് മുൻപും അതിലും എന്റെ ഒരു അക്കൗണ്ട് ഇതാക്കി, രണ്ടാമത്തേന്ന് എനിക്ക് അതും ഇതാക്കിയിട്ട് ഇതുവരെയും എനിക്ക് കിട്ടിയില്ല. ഈ നിമിഷം വരെ ഈ സബ്ബിൽ നിന്നും 1 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇതുവരെയും ഞാൻ എന്റെ പഴയ പോസ്റ്റുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള എന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എന്റെ ഹിസ്റ്ററി അതിലുണ്ട്. ഞാൻ പോയതും വന്നതും ഇതാക്കിയതും ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഓരോ അരിമണി കൂട്ടി വെക്കും പോലെയാണ് ഞാൻ എന്റെ ജീവിതം ഇവിടം വരെ എത്തിച്ചത്. ഇപ്പൊ നിങ്ങൾ പെങ്ങളാണെന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ, എന്നാ ബാക്കി പണി നിങ്ങളങ്ങ് ഏറ്റെടുത്ത് ചെയ്തോളൂ. സബില് കൂടുതൽ ജെനുവിനിറ്റി കാണിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന കൃഷ്ണ. ഇത് സബ്ബല്ല, ഇത് സാധാ ആൾക്കാർക്കുള്ളതാണ്. ഇത് സബ്ബല്ല. എനിക്കറിയില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ലെങ്കിൽ ജിപ്സ ബീഗം ഒഫീഷ്യലിൽ നോക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾ ജിപ്സ ബീഗം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കൂ. എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം അവരവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഞാൻ ആഡ് ചെയ്യുന്നതോ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓട്ടോ പേ ചെയ്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അല്ലാത്തവർക്ക് മാത്രമേ ഈ വിഷയമുള്ളൂ എന്ന് പലരും ഞാൻ ഇൻബോക്സ് പലരും ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു. ഓട്ടോ പേ ചെയ്തവർക്ക് പ്രശ്നം, പക്ഷേ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തവർക്ക് പിന്നെ കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഞാൻ പലരുടെയും സബ് നോക്കിയിട്ട് അങ്ങോട്ട് പിന്നെ RJ വ്ളോഗ്സേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകും. ഞാൻ എന്റെ ജീവിതം ജീവിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇതാക്കിക്കോളൂ. ഞാൻ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ ഭാര്യയോ കാമുകയോ അല്ല. ഞാൻ വേറൊരു വ്യക്തിയാണ്. എന്റെ ജീവിതം എന്നെ ജീവിക്കാൻ വിടുവോ? നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ പോയി നോക്കൂ. ഓക്കെ. ഞാൻ പൊതുവെ ഇനി ഒരിക്കൽ പോലും സാധാ ഒരു ലൈവ് വരില്ല എന്ന് ഒന്നുകിൽ സബിൽ അതല്ലെങ്കിൽ യൂട്യൂബിൽ, അല്ലാതെ ഇനി ഒരു യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് അല്ലാതെ ഇനി ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ നമ്മളെ ആവശ്യമില്ലാത്ത ആൾക്കാരായിരിക്കും പലരും കേൾക്കുന്നത്. അപ്പം ചൊറിയാൻ പലരും ഉണ്ടാവും. പക്ഷെ സബിൽ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ളവരായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിപ്പം എല്ലാവർക്കും കൂടെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല ഹ്യൂമിഡിറ്റിയും ചൂടൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ ആയിട്ട് എനിക്ക് മെസ്സേജ്, സാധാരണ ഞാൻ എല്ലാവരുടെയും മെസ്സേജ് വായിച്ചിട്ട് എല്ലാവർക്കും ഹലോ ഹായ് കിസ്സും ഒക്കെ തരുന്ന ഒരാളാണ്. ഇപ്പം ചിക്കൻ കറി വെച്ചപ്പോൾ നൈൽ പോളിഷ് മുഴുവൻ പോയി. ചിക്കൻ കറി തുകൾ ഇവിടെ ഈ ക്ലീനിങ്ങും അതും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ നമ്മൾ പോകുന്നതാണ്. പിന്നെ ഞാൻ ഇത് കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന ഞാൻ ആ ഏവിയേഷൻ ടൈമിലായിരുന്നു. കാരണം ആ സമയത്ത് ഇതൊന്നും പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ റിമൂവ് ചെയ്ത് മൊത്തത്തിൽ ഇടണം. കാരണം അത് ഗ്രൂമിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു അന്ന് ആ സമയം അതിനൊക്കെ ആ ജോലിക്കൊക്കെ.
ഓക്കെ ഡിയേഴ്സ്, നിങ്ങൾ സ്ക്രീൻഷോട്ടുകളും ഗ്രൂപ്പുകളുടെ ഇതൊക്കെ അയച്ചിട്ടുള്ളതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് തന്ന എല്ലാവിധ എന്താ സപ്പോർട്ടിനും പിന്തുണയ്ക്കും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാൻ എൻ്റെ അടുത്ത് ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് ഇത് കാണാനൊന്നും ഒന്നുമില്ലതാ, ഇത്രയേ ഉള്ളൂ. ഇതാണുള്ളത്, ഇത് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതേ ഉള്ളൂ, അല്ലതിൽ കാണാനൊന്നുമില്ല. മുടി മുഴുവൻ കൊഴിഞ്ഞ് തീർന്നു. ബാക്കിലൊന്നുമില്ല, ബാക്കിലായിരുന്നു സാധനം. ഇനിയിപ്പോൾ ഷഡ്ഡിയുടെ ഇതെടുത്തിട്ട് എന്താണ് വര എടുത്ത് അതിൻ്റെ എന്താണ് ബോർഡർ പറയുന്ന ചില സമയത്ത് ഒന്നും കിട്ടത്തില്ല. നല്ല ലൂസുണ്ട്, പക്ഷെ കണ്ടാൽ ലൂസാണെന്ന് ഫീൽ ചെയ്യത്തില്ല. കാരണം ഞാനൊരു ഉണ്ടക്കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഇപ്പം അതിനെന്തൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കും വളരാണ്, അത് വേറെ കാര്യം. അപ്പോൾ ശരി, എൻ്റെ RJ വ്ളോഗ്സ് ഞാൻ കാല് പിടിച്ച് പറയണം, ദയവ് ചെയ്തിട്ട് ഒന്ന്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്തോളാം. ദയവ് ചെയ്ത് നിങ്ങളെ പാട്ടിന് പൊയ്ക്കോളൂ. ഓക്കെ. പിന്നെ നെഗറ്റീവ് നല്ല വെറും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ കുറച്ച് കമന്റ്സ് ഇട്ട കുറച്ച് പേരും കൂടി ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ബണ്ണും പാലും എല്ലാം പിന്നെ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി. കൂടുതൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സബിൽ കാണാം, സബിൽ ഇതാക്കാം. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് സബ് കിട്ടുന്നത്? എല്ലാവരും വെയിറ്റ് ലിസ്റ്റ് പറയുന്നു. വെയിറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള പലർക്കും പിന്നീട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഊഹം. കിട്ടിയിട്ടുണ്ടോമായിരിക്കും, എനിക്ക് അറിയില്ല. അപ്പോൾ ശരി, നല്ല ചൂടോ മാത്രമല്ല ഞാൻ നല്ല ടയേർഡ്. എനിക്കാണെങ്കിൽ ഈ കുറേ ദിവസമായിട്ട് ഈ വെയിലത്ത് കിടന്നുള്ള ഓട്ടം നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരി, അപ്പോൾ എന്നെ കാണണമെന്നുള്ളവരെല്ലാം അവിടെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. എന്തായാലും ഈ കേസിന്റെ കൂടെ അത് എന്തായാലും മെനക്കെട്ട് ഇറങ്ങി, അതിന്റെ കൂടെ അതും കൂടെ കൊടുത്തോളാം. ദയവായിട്ട് വേറെ ആരിനി എവിടെ എന്തെന്ന് പറഞ്ഞാലും എന്റെ ഓരോ നോഡ് പിക്സും ഞാൻ വിൽക്കുന്നില്ല. ഞാൻ ഇതുവരെ വിൽക്കാൻ ശ്രമിച്ചിട്ടില്ല, വിറ്റിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ എനിക്കൊരു നോഡ് പിക്സ് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇൻബോക്സ് ചെയ്തു തരാം, പോരെ? അതിനായിട്ട് ആർക്കും കൊണ്ടുപോയി വെറുതെ പൈസ കൊണ്ട് കൊടുക്കല്ലേ. എന്തിനാണ് ആർക്കും നിങ്ങൾക്കും ഉപകാരമില്ല, അതുകൊണ്ട് എനിക്കും ഉപകാരമില്ല. കാരണം എന്റെ എന്ന് പറഞ്ഞിട്ട് കണ്ടോരെ വെറുതെ കാണാൻ നിൽക്കല്ലേ ദയവ് ചെയ്തിട്ട്, ഒരു കാര്യമില്ല. അതുകൊണ്ട് കാരണം എന്നെ ഇത്രയും സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പല എൻ്റെ വിഷമഘട്ടങ്ങളിലും എനിക്കൊന്നും മനസ്സ് തുറന്നൊന്ന് കരയാനോ സന്തോഷിക്കാനോ ഒക്കെ പങ്കുവെക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ പേരിൽ ചതിക്കപ്പെടുന്നത് എനിക്ക് ഒരു എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം ആയതുകൊണ്ടാണ്. ദയവായിട്ട് നിങ്ങൾ എങ്ങും പോയി ചതിയിൽ പെടരുത്. എൻ്റെ വീഡിയോസ് എൻ്റെ ഇതെല്ലാം ഞാൻ പബ്ലിക്കലി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എടുക്കുന്ന ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അതിൽ നിന്നെടുത്ത സ്ക്രീൻഷോട്ടുകളാണ്. അതെല്ലാം സൈബർ സെല്ല് ഇപ്പോൾ ഫേസ് റെക്കഗ്നൈസേഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. അത് ഓരോന്നായിട്ട് റിമൂവ്. എൻ്റെ ഫേസ് എവിടെ മാച്ച് ചെയ്യുന്നോ അത് മുഴുവൻ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ അവർക്ക് കാരണം ഞാൻ പോസ്റ്റ് ചെയ്തതല്ലാത്ത ഏത് സാധനങ്ങളും പോയിക്കൊണ്ടിരിക്കും. ദയവ് ചെയ്ത് ഇനി അതിനായിട്ട് മെനക്കെട്ട് വെറുതെ സമയം കളയണ്ട. പിന്നെ ബാക്കി വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാര് ഒക്കെ ഷെഡ്യൂൾ മേൽ നമുക്ക് കുറച്ച് ദിവസം നിൽക്കുന്നത് കാണാം. ഇപ്പൊ ഇതിലുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടാവും, ഇതിലുള്ളവരും കൂടെ ആയിട്ടാണ് സഹകരിച്ചിട്ടാണല്ലോ അതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ശരി, എല്ലാ പേർക്കും വിശ്വാസ വഞ്ചന അത് വെച്ച് പൊറപ്പിക്കുന്നതല്ല, ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കുന്നതല്ല. കാരണം എന്താണ് ചോദിക്കാൻ ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. ഇപ്പൊ വന്ന ആൾക്കാർ അതൊന്ന് കാണുക. ഓക്കെ, ബൈ 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 ബൈ. എനിക്ക് കണ്ണ് എരിയുന്നുണ്ട് ഭയങ്കരമായിട്ട്, കണ്ണ് ഭയങ്കര എരിയുന്നു. ബാങ്കിൽ ലോൺ എടുത്ത് കൊടുത്തുന്നു, എന്താണ്? ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ബാക്കി ഞാൻ എവിടെയാടാ തായോളി കരഞ്ഞത്? ശ്രീകുമാറെ, തുണി കഴിച്ച് കാണിച്ചിട്ട് എന്തിനു കഴിയും? ഞാൻ നിന്റെ അമ്മയുടെ തുണിയല്ലല്ലോ ഒരിഞ്ഞ് കാണിച്ചു. ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ എന്റേതല്ലേ, എന്റെ ശരീരം നിനക്ക് സ്വന്തമാക്കി ഞാൻ പണയം വെച്ച് തന്നിട്ടുണ്ടോ? എന്റെ തുണി അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ലേ അഴിച്ചിട്ട്, അല്ല ഞാൻ നിന്റെ അമ്മയുടെയോ നിന്റെ പെങ്ങളുടെയോ നിന്റെ ആരുടെയെങ്കിലും വന്ന് അഴിക്കാൻ വേണ്ടിയിട്ട് വന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് പറയാം. ഓക്കെ, നിന്റെ എവിടെയെങ്കിലും ശ്രീകുമാറിന്റെ വീട്ടിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ശ്രീകുമാറിന് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ശ്രീകുമാറിന്റെ എന്തെങ്കിലും മോഷ്ടിക്കോ പറ്റിക്കുകയോ ശ്രീകുമാറിനെ ഏതെങ്കിലും രീതിയിൽ ഇതാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീകുമാറിന് പറയാം. ഓക്കെ, എന്റെ ഡ്രസ്സിന്റെ അളവെടുക്കാൻ ശ്രീകുമാർ നിൽക്കേണ്ട ആവശ്യമില്ല.
ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും അട്ടിപ്പേർ അവകാശം നിനക്കാണോ ഉള്ളത്? നിന്റെ ഇഷ്ടത്തിന് നിന്റെ താല്പര്യത്തിന് അനുസരിച്ചിട്ടാണോ ബാക്കി പെണ്ണുങ്ങള് ജീവിക്കേണ്ടത്? ഇവരൊക്കെയുള്ള ഞാൻ കൊടുത്തോളാം. അങ്ങനെ കൊടുത്ത് ഒരു ഉളുപ്പില്ലാതെ വന്ന് തന്തയ്ക്ക് വിളി ഇരന്ന് മേടിക്കുന്ന കുറെ നാറുകളുണ്ട്. എന്നിട്ട് മോങ്ങും. 2 എണ്ണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വന്ന് ചൊറിയും. മാന്ത് കിട്ടുമ്പോ കിടന്ന് മോങ്ങല. പിന്നെ ഭീഷണിപ്പെടുത്തരുത്. ഞാനും നല്ല പേരിട്ടല്ലടാ എനിക്ക് പറയാൻ പറ്റുമോ? ഞാനും നിങ്ങളെ പോലെ തായോളി എന്റെ പേരൊന്ന് പറയുമോന്ന്. കഴിവേറി, കൊച്ചു കഴിവേറി. ഓക്കെ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ. ഇതാണ് നമുക്ക് സബിലാകുമ്പോ ഇങ്ങനത്തെ ഒരു വിഷയം അവിടെ വരത്തില്ല. ബീഗം, നീ അവരോട് സംസാരിക്കേണ്ട. കലിപ്പ് കാണിക്കേണ്ട സ്ഥലത്ത് കലിപ്പ് കാണിക്കേണ്ട ഡിയേഴ്സ്, അതല്ലേ വേണ്ടത്. അയ്യോ എന്റെ അമ്മ, അവനിത് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല ഡിയർ. ദൈവം എപ്പോഴും ദൈവം കൊടുക്കണം മാത്രം നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ലല്ലോ. നമുക്ക് കൊടുക്കാൻ നമ്മൾ കൊടുക്കണ്ടേ. എല്ലാം കടവുൾ കൊടുത്തോളും. പക്ഷെ എന്നാലും നമ്മൾ കുടിക്കേണ്ട നമ്മളും കൂടി കൊടുക്കണ്ടേ. ഇത്രയൊക്കെ ചെയ്തവൻ നമ്മൾ ചുമ്മാ വിടണോ? കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പം ഭാവിയിൽ, ഇതുവരെ ഞാൻ പറയുന്നത് എനിക്കെതിരെ ഒരു സ്റ്റേഷനിലൊരു കംപ്ലൈന്റ് ഇല്ല, ഒരു സ്റ്റേഷനിലൊരു ഇതില്ല എന്നാണ്. പക്ഷേ ഒരുപാട് നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങ് വെറുതെ വിടണോ? കണ്ടറിയാത്തവനെ കൊണ്ടറിയിപ്പിക്കണ്ടേ. കടവുൾ കൊടുക്കും. ശരി, ബൈ. കൊടുക്കേണ്ട സ്പോട്ടിൽ കൊടുക്കണം. അല്ല പിന്നെ കറക്റ്റ് എന്താണെന്നറിയില്ല. എല്ലാവരും പറയുന്നത് സബിൽ എങ്ങനെ കയറി, സബിൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ കയറുമെന്ന്, എന്നെ കൊണ്ട് അറിയില്ല. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഡിയേഴ്സ് എങ്ങനെ സബിൽ കയറുമെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. നിങ്ങൾ ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് അതിൻ്റെ ഓരോ ഓപ്പറേഷനും ഒരു ടെക്നിക്കൽ സൈഡും എൻ്റെ കയ്യിലല്ല. അത് മേത്തയായിട്ടുള്ളത്. മേത്ത് ഞാൻ ചീത്ത വിളിക്കുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇനി ഇതാക്കാൻ വയ്യ. നല്ല മോൻ എന്താണ് കാണിച്ചു വെക്കണേന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം മുമ്പ് ഇതാക്കിയപ്പോഴേ ഇപ്പൊ കുറച്ച് ദിവസം വിളിച്ചിട്ട് ബോംബെന്ന് ഇൻസ്റ്റാഗ്രാമിന് എന്തോ ടീംസ് വിളിച്ചിട്ട് അവിടെ എന്തോ പുതിയ ഫീച്ചേഴ്സ് എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതിന്റെ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ആക്കണേ, ഇതിങ്ങനെ ആക്കണേ, ഈ ഫീച്ചേഴ്സ് അങ്ങനെ ഇതൊക്കെ പുതിയ ടൂൾസ് വന്നിട്ടുണ്ട് മറ്റൊന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയത്തില്ല ഇനി എന്തെങ്കിലും സെറ്റിംഗ്സ് എന്തെങ്കിലും മാറ്റിയിടണമെന്നോ എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ബുദ്ധിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യും. ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്നെ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, ഇതുമായിട്ട് ബന്ധമുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ഇനി വേറെ ഏതെങ്കിലും അവൻ്റെ അമ്മയുടെ മറ്റേത് അമല് പറച്ചിൽ മാത്രമല്ല ചെയ്യണം അമലേ, എന്നല്ലേ കാര്യമുള്ളൂ. ഓക്കെ, സവാള എങ്ങനെ ഇതായി കണ്ണീന്ന് ഇങ്ങനെ. സെക്സ് മാത്രം അല്ലല്ലോ ലൈഫിൽ. ഞാൻ ആരെയും സെക്സ് ചെയ്യാൻ പോവാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്ന കെട്ടിയോണ്ടോടെ പോലും നേരെ ചൊവ്വ ഇതാക്കില്ല. പുള്ളി ഒരു ആൻറ്റി ലവറായിരുന്നു. അന്ന് ഞാൻ 17, 18, 19, 20 വയസ്സുള്ള സമയമായിരുന്നു. 21 വയസ്സിൽ ഡിവോഴ്സായി. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമില്ല. പിന്നുള്ളൊരു കാമുകനായിരുന്നു. അതൊരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ അതെ, നിന്റെയൊക്കെ അമ്മേനെ ഇതുപോലെ നീയൊക്കെ ഇതുപോലെ കാണിക്കുക കറക്റ്റാണ് അമലേ. ആയിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ശരി, ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എല്ലാവരെയും മൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതുകൊണ്ട് മാത്രമാണ്. സോ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സബിലുള്ളവർക്ക് ക്യാൻസൽ ആക്കിയവർ ക്യാൻസലായി പോട്ടെ. ഓട്ടോ പേ ഡിലീറ്റ് ആക്കിയവർക്കും വീഡിയോ ഡിലീറ്റ് ആവുന്നുണ്ടല്ലോ. അത് സവാള അരിയുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇവിടെ ഫ്രിഡ്ജ് വാങ്ങിയിട്ടില്ല, കാരണം ഇവിടെ ഈ ഇലക്ട്രിക്കൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അയാളുടെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. അയാളുടെ
പെണ്ണുങ്ങളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, പട്ടി ആരായാലും. കറക്റ്റ്. കുരുവല്ലേന്ന് അതിങ്ങനെ മാറി തിരിഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കും. ബൈ ഡിയേഴ്സ്, ബൈ 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 ബൈ. നിങ്ങൾ ട്രൈ ചെയ്യൂ, എനിക്ക് അറിയത്തില്ല കേട്ടാ.